കുനാഫ കിട്ടിയ സന്തോഷവതിയായിട്ടാണ് ഞാൻ ഇറങ്ങിയെങ്കിൽ ബില്ല് കണ്ട് കോമനം തുള്ളിയാണ് ടിൻഡു ഇറങ്ങിയത്. പിന്നെ ഫുഡിന് വേണ്ടിയല്ല എല്ലാം നമ്മൾ സഹിക്കും. അപ്പം ഫുഡ് കണ്ടപ്പം ആ ഒരു സന്തോഷമൊക്കെ കണ്ടില്ലേ, പച്ചാളം ബസ്സിയുടെ കൊച്ചുമോനാണെന്ന് വരെ തോന്നിപ്പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കോർട്ടിൻ്റെ ഏരിയയിൽ പോയിരുന്ന് നല്ല വിശാലമായിട്ട് ഹൈവിൻ്റെ കേക്കാണ് ആദ്യമേ ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. ടേസ്റ്റ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം എന്ന് തന്നെ പറയും, കാരണം അത്രയും ടേസ്റ്റാണ്. ഇപ്പോഴും വായിൽ വെള്ളം വരികയാണ് അതിനെപ്പറ്റി പറയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് കുനാഫ കഴിച്ചു നോക്കിയ ടിൻഡുവിന് അബദ്ധം പറ്റി, കാരണം ഹൈവിൻ്റെ കേക്കിൻ്റെ ടേസ്റ്റിൽ കുനാഫയൊന്നും അല്ലെന്ന് തന്നെ തോന്നിപ്പോയി. ഞാൻ ബുദ്ധിപരമായിട്ട് ഒരു പിക്കിളെടുത്ത് കഴിച്ചിട്ടാണ് പിന്നെ കുനാഫ ട്രൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കുനാഫയും ഹൈവും. പക്ഷേ ഹൈവിന് തന്നെയാണ് നമ്മൾ എന്തായാലും ഫസ്റ്റ് പൊസിഷൻ കൊടുക്കുന്നത്. ടിൻഡു ആ കുനാഫ ഹൈവിൻ്റെ പുറത്ത് കഴിച്ചപ്പോഴത്തേക്കും എന്തോ പോലെ ഒരു ഫീല് തോന്നി, അവനത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത്. എനിക്കെന്തായാലും പിക്കിളെടുത്ത് കഴിച്ചതുകൊണ്ട് തന്നെ കുനാഫ ഞാൻ കുറേ കാലം കൊണ്ട് കഴിക്കാൻ കാത്തിരുന്നത് കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മാക്രോണി സാലഡായിരുന്നു ട്രൈ ഔട്ട് ചെയ്തത്. ഇറ്റാലിയൻ ക്യൂസിൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 4 കാണണമെങ്കിൽ, കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റിംഗ് ഓപ്ഷൻസ് ഒക്കെ കാണണമെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.